ഗിനീഷേട്ടാ ഓ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു? ഇല്ല, എന്റെ അടുത്ത് അവിടുന്ന് നാട്ടിൽ നിന്ന് വരുമ്പോ അതാ പറഞ്ഞത്, എന്ത് തമാശയൊക്കെ പറഞ്ഞു, പക്ഷെ ഡാൻസ് ഒന്ന് ശ്രദ്ധിച്ച് കളിക്കുക. എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? അതിന്റെ കാരണങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ? അല്ല എന്നാലും അങ്ങനെ നാട്ടുകാര് പറഞ്ഞു വിട്ടിട്ട് ശ്രദ്ധിച്ച് കളിച്ചതാണ് നമ്മളിപ്പോ കണ്ടത്. അതെ, പറഞ്ഞത് നന്നായി. അപ്പൊ ശ്രദ്ധിക്കാതെ കളിച്ചിരുന്നല്ലോ എന്താകുമോ എന്തോ. അതെ ഗിനീഷേട്ടാ, ഓ. റെഡി? ആർ യു റെഡി? ആർ യു റെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഡി. റെഡിയാണ്. തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ് ഏട്ടാ. താങ്ക് യു. ഓക്കെ. നമസ്കാരം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ഈ ട്രാഫിക് അവയർനെസ് നൽകുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വളവ് അപ്പുറത്ത് നിന്നിട്ട് പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പുറത്തെ നേരെ വളവിൽ വന്ന് നിൽക്കും. വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം അവയർനെസ് തുടങ്ങും. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി പോകുന്ന ഹെൽമെറ്റ് ഒന്നും ഇടാത്ത, അതുപോലെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ ബൈക്കൊക്കെ എടുത്ത് പോകുന്ന ആളുകളെ നോക്കിയിട്ട് എങ്ങോട്ടാ അവിടെ പോലീസ് ചെക്കിംഗ് പോട് വിട്ടോ, ഇതിങ്ങനെ ആളുകളെ പല വഴിക്ക് വിടുമ്പോൾ ഇവൻ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. അങ്ങനെ ഈ അവയർനെസ് കൂടി ഒരു ദിവസം ഇവനും ഈ ശ്രീജിത്ത്, ജയൻ, തുളസി എന്ന് പറയുന്ന 3 സുഹൃത്തുക്കളാണ്. ഇവരൊരു ദിവസം ഈ കൽവെട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കൽവെട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോൾ പോലീസ് വണ്ടി ഓടി വന്നപ്പോൾ ഈ ജയനും തുളസി ഓടിക്കഴിഞ്ഞു. മറ്റവൻ മാത്രം ഒറ്റക്കായ അവിടെ. അതോടുകൂടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പോലീസ് SI പെട്ടെന്ന് എന്ത് പറഞ്ഞു വെച്ചാൽ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഓടിയവനെ നിങ്ങൾ എന്ത് പഠിച്ചു ചെയ്യണമെന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടായാലും ശരി ഓടിപ്പിടിച്ച് കൊണ്ടുവരാൻ. ഇവർ അവിടുന്ന് ഓടി 2 കിലോമീറ്റർ അപ്പുറത്തായാലും ശരി ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്ന് ഇവൻ്റെ മുന്നിൽ നിർത്തി ചപ്പടക്കി പടക്കേ മറ്റുള്ള 4 അടിയാണ്. എന്നിട്ട് പറഞ്ഞു, ഇവൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് തെറ്റാണ്, നിങ്ങൾക്കിതറിയാം, അതുകൊണ്ട് നിങ്ങൾ ഓടി. ഈ പാവത്തിന് ഇതറിയില്ല, അതുകൊണ്ട് ഈ പാവം ഓടിയില്ല, അതുകൊണ്ട് ഇവനിത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഇതേപോലെ തന്നെ ഇവനൊരു പഴയ ഒരു സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു. ഈ സ്പ്ലെൻഡറായിട്ട് ഇവൻ റോട്ടിലേക്ക് ഇറങ്ങി പോലീസ് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന് കൈ കാണിച്ച് സ്പ്ലെൻഡർ നിർത്തി. എടോ ഹെൽമെറ്റ് ഉണ്ടോ? ഹെൽമെറ്റ് ഇല്ല. RC രാവിലെ അവിടെ ഉണ്ടായിരുന്നു, ഭാര്യനെ കൂട്ടി പിന്നെ എവിടെയോ പോകുന്നതാണ്. ഏത് RC? അല്ല RC ബാബു അല്ല, വണ്ടീൻ്റെ RC അതില്ല. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഞാൻ SLC തോറ്റല്ലേ, പിന്നെ എനിക്ക് എങ്ങനെയാണ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്? എടോ എൻ്റെ വണ്ടിക്ക് ഈ പേപ്പറുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാർ. പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യം സാറ് പറഞ്ഞു നന്നായി. ഇൻഷുറൻസിൻ്റെ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയും പെങ്ങളും അച്ഛനും എല്ലാവരും കൂടി അക്ഷയ പോയ സമയത്ത് ഞാൻ ആൾക്കാർ ഓടിക്കാൻ വയനാട്ടിൽ പോയി. അവിടെ എനിക്ക് കിട്ടിയില്ല. എന്ത് ആരോഗ്യ ഇൻഷുറൻസ് അല്ലടോ, എൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, വണ്ടീൻ്റെ. അതില്ല സാർ. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം കൂടിയും കൂട്ടി നോക്കുമ്പോൾ 11,500 ആയിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ സാർ ഒരു ഉപകാരം ചെയ്യണം. ഈ 6-6:45 സന്ധ്യ നേരമായി. ഇനി പോകുന്നതിന് മുമ്പിട്ട് നേരത്തെ എന്നെ ഒന്ന് വിടണം, കാരണം ഇതിന് ലൈറ്റില്ല. അത് ശരി, ഇതിന് ലൈറ്റും ഇല്ലല്ലേ. അങ്ങനെ വെച്ചാൽ ഇപ്പോൾ 13 ഉറുപ്യ ടോട്ടൽ ഇതിനായിട്ടുണ്ട്. സാറ് വലിയ മനസ്സിനുടമയാണ്. കാരണം ഇതുവരെ വന്ന് നോക്കിയ ആൾക്കാർ ഏറ്റവും വലിയ വിലയായിട്ട് 9 ഉറുപ്യ ഇതിന് പറഞ്ഞത്. സാറാ ഇപ്പോൾ ഏറ്റവും നന്നായിട്ടുള്ള ഒരു 13 ഉറുപ്യന് പറഞ്ഞിട്ടുള്ളത്. 12 ഉറുപ്യ എനിക്ക് എന്നാൽ മതി, 1000 ഉറുപ്യ സാറ് എടുത്തോ. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഈ പാരൽ ജീപ്പ് സർവീസുകൾ നടക്കുന്നുണ്ടാവും. ബസ്സിൻ്റെ മുന്നേ ജീപ്പിൽ ആളെ എടുത്തിട്ട് ആളെയും കൊണ്ട് പോവുക, ഇങ്ങനൊരു സമ്പ്രദായം. ഇത് ബസ്സുകാരിങ്ങനെ പരാതിപ്പെട്ടപ്പോൾ SI ഒരു ദിവസം വന്നു. SI വന്ന് നിന്ന് നോക്കുമ്പോൾ സംഗതി ശരിയാണ്. ഈ ബസ്സിൻ്റെ മുന്നേ കിടന്നിട്ട് ജീപ്പുകാർ ആളെ എടുത്ത് പോവുക. ഒരു ചങ്ങാതി പെരുണ്ടാമൊഴി എന്ന് വിളിച്ചിട്ട് ആളെ വിളിച്ച് കയറ്റുന്നു. വേറൊരുത്തം മന്ത്രിക്കരാ എന്നിട്ട് ആളെ വിളിച്ച് കയറ്റുന്നു. SI 2 പേരെയും കൂട്ടി, വാ നമുക്ക് സ്റ്റേഷൻ വരെ പോകാമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടിട്ട് ശിഷ്യമൊന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടത്തേക്ക് ആളെ വിളിച്ചത് ഞാൻ പെരുണ്ണാമൊഴിക്കാം സാറേ. അപ്പോൾ ഈ വൈകിട്ട് 4 മണി വരെ പെരുണ്ണാമൊഴി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. മറ്റവൻ ഇവിടത്തേക്ക് ആളെ കയറ്റിയേ, ഞാൻ പന്തിരിക്കര. നിന്റെ പണി വൈകുന്നേരം വരെ പന്തിരിക്കര എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം പെരുണ്ണാമൂഴി മാത്രമേ വിളി കേൾക്കുന്നുള്ളൂ. SI എഴുതുന്നിടത്ത് മെല്ലെ പുറത്ത് വന്ന് നോക്കുമ്പം പന്തിരിക്കരക്കാരൻ വെറുതെ ഇങ്ങനെ നിൽക്കുക. എന്താടാ മറ്റവൻ നന്നായിട്ട് വിളിക്കുന്ന കേൾക്കുന്നില്ല, എനിക്കെന്താ ആളെ വിളിച്ചാൽ? എൻ്റെ പൊന്നു സാറേ, ഞാൻ ആദ്യത്തെ 2-3 വിളിക്കാൻ എൻ്റെ വണ്ടിയിൽ ഫുൾ ആളായി. ഇനി തണ്ടിൻ്റെ മുകളിലും മേലെ ഡിക്കീൻ്റെ മുകളിലും കരിയറുമ്പിലൊക്കെ ആളെ കയറ്റിയിട്ട് സാറ് തന്നെ ഓവർലോഡാന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ വീണ്ടും ഇത് ചാർജ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ ഈ വിളി നിർത്തിയത്. ഇതൊക്കെ ആണെങ്കിലും ഇവർ പിന്നീട് എന്ത് പണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കിട തരികിട പരിപാടിയൊക്കെ നിർത്തി ജയനും അജയനും കൂടെ ഈ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങി. ഈ കട്ടിങ് മെഷീൻ വാങ്ങിച്ചു കൊണ്ടുവന്നു, ഗ്രില്ലിംഗ് മെഷീനൊക്കെ വാങ്ങിച്ചു. നാട്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് ജോലിക്ക് പോക്ക് തുടങ്ങി. അങ്ങനെ സിനിമാക്കാരായിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു.
സിനിമാക്കാരായിട്ടുള്ള ആളെ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ആർട്ടിൽ അത്യാവശ്യം സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഗ്രില്ലും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊരു സഹായമാണ്. അങ്ങനെ ഇവർ ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ സിനിമയിൽ ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു ദിവസം വരെ വിളിക്കുകയാണ്, നിങ്ങളുടെ അടുത്തുള്ള കഥ നല്ല കഥയാന്ന് കേട്ടു, അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ചെന്നിട്ട് നമുക്ക് കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാൾ റെഡിയാണ്, നിങ്ങൾ വന്ന് കഥ പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ ഇവർ 20,000 റുപ്യേൻ്റെ ഗ്രില്ലിംഗ് മെഷീൻ 10,000 രൂപക്ക് വിറ്റു, 12,000 റുപ്യേൻ്റെ കട്ടർ 3,000 രൂപക്ക് വിറ്റു. ഇങ്ങനെ ഇതൊക്കെയായിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് താമസിക്കുക. ചെന്ന് അവിടെ എത്തി വിളിച്ചു നോക്കുമ്പം പ്രൊഡക്ഷൻ കൺട്രോളർ ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള ഡയറക്ടറെയും തപ്പിയിട്ടുള്ള നടത്തായി. ഡയറക്ടറെയും തപ്പി നടന്നപ്പോൾ ഒരു ദിവസം ഇവർ വീട് കണ്ടുപിടിച്ചു. പ്രൊഡ്യൂസറിൻ്റെ വീട്ടിലെത്തി. അവിടെ അദ്ദേഹം കാറൊക്കെ ആയിട്ട് വരുമ്പോൾ ഗേറ്റൊക്കെ തള്ളിപ്പിടിച്ച് ഉള്ളിലേക്ക് കയറി ചെന്ന് അവിടെ ചെന്നിരുന്ന്, സാറേ ഞങ്ങൾക്കൊരു കഥ പറയാനുണ്ടായിരുന്നു. കഥയോ? ഞാനിപ്പോൾ പടങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല സാറിങ്ങനെ പടം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങനെ സുമേഷ് വിളിച്ച് പറഞ്ഞപ്പോൾ, ഓ അപ്പോൾ എനിക്കിപ്പോൾ താല്പര്യമൊന്നുമില്ല, എന്നാലും വന്ന സ്ഥിതിക്ക് നിങ്ങൾ കഥ പറയാൻ പറഞ്ഞു. കഥ എന്ന് പറയുന്നത് പോത്തോ? ഒരു ഭയങ്കരമായ പോത്തിനെ അറവുശാലയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോത്ത് അവിടുന്ന് എണീറ്റ് ഓടുകയാണ്. പോത്ത് ഓടി 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 ഭയങ്കരമായ ലഹളകൾ ഉണ്ടാക്കുകയാണ് ടൗണിൽ അവിടെയും ഇവിടെയൊക്കെ. അല്ല ഇതിങ്ങനത്തെ ഒരു കഥ, ഒരു പോത്തിൻ്റെ കഥ മുമ്പ് ഒരു സിനിമ വന്നിട്ടില്ലേ പ്രൊഡ്യൂസർ? അല്ല അത് പിന്നെ ഇടുക്കി വഴി ഓടിയ പോത്തല്ലേ, ഇത് ആലപ്പുഴ പാലക്കാട് വഴി ഓടിയ പോത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഈ പോത്തിൻ്റെ ബാക്കിയുള്ള കഥ എന്താ? ബാക്കിയുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയം പറയും. അല്ല ജയ ഇനി പറഞ്ഞു കൊടുക്ക്. അല്ല സാറേ ഈ പോത്ത് എന്ന് പറയുന്ന സമയത്ത് പോത്ത് വല്ലാണ്ട് ഇങ്ങനെ ഓടുകയാണല്ലോ. പോത്ത് ഓടുന്ന സമയത്ത് ആളുകളൊക്കെ കൂടെ പോത്തിൻ്റെ വഴി ഓടുന്നു. അങ്ങനെ ലഹള മയം, വടിയും കമ്പിയും പാരയൊക്കെ ആയിട്ട് പോത്തിനിങ്ങനെ എറിയാൻ നോക്കുന്നു. ആകെ ലഹളമയം. എടോ ഇതിങ്ങനെ ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതുണ്ടാവുമോ? ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ പറ. ക്ലൈമാക്സ് എന്ന് പറയുന്ന സമയത്ത് ഇതിൽ പ്രണയമൊന്നുമില്ലേ? പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പോത്തിനെ നോക്കിക്കൊണ്ടിരുന്ന ഈ ഗ്രാമത്തിലോട് ഓടുമ്പോൾ പഴയ കേശവമാമ എന്ന് പറഞ്ഞ ആളെ പോത്തായിരുന്നു. അപ്പോൾ ഓടുന്നോട്ടത്തിൽ പോത്ത് കേശവമാനെ കാണുകയാണ്. അപ്പോൾ പോത്ത് കണ്ട ഉടനെ കേശവമാമ പോത്ത് ഹായ് പോത്ത് കേശ് ഇവരുടെ പ്രണയം ഇങ്ങനെ മൊട്ടിടുമ്പോഴത്തേക്ക് ആൾക്കാർ ഫുൾ ലഹളിയൊക്കെ ആയി വടിയും ബാളൊക്കെ ആയിട്ട് ഓടി ഇവരോടി. അങ്ങനെ സാറ് പ്രൊഡ്യൂസർ പറഞ്ഞ എല്ലടോ ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ പറ. സാറേ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു ജീവിയാണല്ലോ ഈ പോത്ത്. ഈ പോത്ത് ഇലക്കൂടെ ഓടും, എങ്ങനെ ഓടും എന്നൊന്നും പറയാണ്ട് ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് നമുക്ക് പറയാൻ പറ്റില്ല. സാറ് തൽക്കാലം ഇത് വെച്ചിട്ട് ഇതൊന്ന് മുന്നോട്ട് നീക്കി തരണോ? ഈ ആൾക്കാരുടെ കയ്യിൽ ഫുൾ വെജിറ്റേറിയനായ ഒരു പുലിയുടെ കഥയുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഡയറക്ടറെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ഇപ്പം രമേശ് ചേട്ടൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. രമേശ് ചേട്ടൻ അവർ വിളിക്കും, ആ കഥയൊന്ന് കേൾക്കണം. വെജിറ്റേറിയൻ ആയിട്ടുള്ള പുലി ഒരു കുഴപ്പമില്ല, വിളിച്ചോളം പറ. ഓക്കെ, അപ്പൊ അവർക്ക് എന്തായാലും നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർ വിളിക്കും. ആയിക്കോട്ടെ. താങ്ക് യു. എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഞാൻ നിങ്ങളുടെ നമ്പറും കൊടുക്കാം. ഗിനീഷേട്ടാ, ഓ പോത്തിന്റെ കഥയൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. കൊള്ളാം, നല്ലൊരു വെറൈറ്റി ആയിരുന്നു. എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ആ സബ്ജക്ട് അവതരിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്ന ഒരു രീതിയൊക്കെ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. പക്രു ചേട്ടാ? ഗിനീഷേ, ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല കോൺഫിഡന്റ് ആയിട്ട് അത്യാവശ്യം എന്താ മലബാർ സ്റ്റൈലില് നല്ല രസമുള്ള ഒരു സ്ലാങ്ങില് ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തു. ഗംഭീരമായി കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ഗിനീഷേട്ടാ. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു.